രാവിലെ തന്നെ മഴ പെയ്തതുകൊണ്ടും മൊത്തത്തിൽ നല്ല തണുപ്പൊക്കെയുണ്ട്. പൊടി പിടിച്ച റോഡൊക്കെ ഇപ്പോഴാണ് ഒന്ന് വൃത്തിക്ക് തെളിഞ്ഞു കാണുന്നത്. അങ്ങനെ എന്തായാലും കോളേജിലെത്തി. ക്യാമ്പ് തുടങ്ങാൻ 2-3 ദിവസമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഡെക്കറേഷൻ വർക്കിലൊക്കെയാണ് ഈ പുള്ളിക്കാരി. ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ യാതൊരു അഹങ്കാരവും ആ മുഖത്തില്ല. ഒരു ടീമാണെങ്കിൽ അവിടെ നിന്ന് അടിച്ചു വരുന്ന തിരക്കിലാണ്. മാറാല തട്ടാൻ എക്സ്പേർട്ടായ ഞാനുള്ളപ്പോൾ വേറെ ആരെങ്കിലും വേണമെന്ന് ചോദിച്ചാണ് ഈ പുള്ളിക്കാരി പണിയെടുക്കുന്നത്. കുറച്ചു നേരമായി ഇവർ രണ്ടാലും ഇതിന്റെ മേലെ കളിക്കാൻ തുടങ്ങിയിട്ട്. ഇത് ഇന്ന് വല്ലതും ശരിയാകുമോ എന്നതാണ് എന്റെ സംശയം. ക്ലാസ് ലീഡറാണെന്നുള്ള യാതൊരു അഹങ്കാരവും ഈ പുള്ളിക്കാരിക്കില്ല. ഏതാ ആത്മാർത്ഥത. അങ്ങനെ പിന്നെ ഞങ്ങൾ ക്യാമ്പിന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ നേരെ ഫാൻസിയിലേക്ക് വിട്ടു. സാധനങ്ങളൊക്കെ ഈ കവറിൽ സേഫ് ആണ്. പണി എടുത്താലും ഇല്ലെങ്കിലും ഫുഡ് അടി അതാണല്ലോ നമ്മുടെ മെയിൻ. അപ്പോൾ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, ഞങ്ങൾ പണിയെടുത്ത് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് അവില് കുഴച്ചതും ചായ ഉണ്ടാക്കി തന്നവർക്ക് ദീർഘായുസ് കിട്ടട്ടെ. ഈ ആശാൻ പണിയെടുക്കാൻ മോശമാണെങ്കിലും തീറ്റയുടെ കാര്യത്തിൽ ഭീകരനാണ്. ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ട റിബണും മറ്റുമൊക്കെ ഇവിടെ സെറ്റാണ്. ഈ പുള്ളിക്കാരി ക്യാമ്പിന് വേണ്ട ചിത്രങ്ങളൊക്കെ വരച്ച് പേരൊക്കെ എഴുതി സെറ്റാക്കുന്നത് കണ്ടറിയാം. ക്യാമ്പ് എന്തായാലും അടിപൊളിയായിരിക്കും. എന്തായാലും ഇത്ര നന്നായി ചിത്രം വരയ്ക്കാൻ എന്നെ കൊണ്ട് എന്തായാലും സാധിക്കില്ല. ഇലക്ഷനിൽ ജയിച്ച അഗ്രികൾച്ചർ മിനിസ്റ്റർ എന്തായാലും പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പുല്ല് പറിക്കാനും വേണം ഒരു കഴിവ്. സ്വന്തം വീട്ടിൽ ചെയ്യാറുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇവിടെ ചെയ്യുന്നുണ്ടല്ലോ, അത് മതി. ഇത് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നതാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. വീഡിയോക്ക് വേണ്ടി മാത്രമാണ്. പണിയെടുക്കാതെ എങ്ങനെ മുങ്ങാമെന്ന് വിചാരിച്ചാൽ എനിക്ക് കിട്ടിയ പണിയാണിത്. കുറച്ച് വിറകൊക്കെ ഒതുക്കി വെക്കാനുണ്ടായിരുന്നു. എന്തായാലും കിട്ടിയതല്ലേ, ഏൽപ്പിച്ചാൽ ചെയ്യാതിരിക്കില്ല. അപ്പോൾ അവിടുന്ന് വിറകൊക്കെ മാറ്റി അവിടെ അടിച്ച് വൃത്തിയാക്കി വിറകൊക്കെ വീണ്ടും അങ്ങോട്ട് കയറ്റി. ഇവിടെയുള്ള ഈ ഓവർ ടാലന്റഡ് പീപ്പിൾസിനൊക്കെ സമ്മതിക്കണം. സംഭവം എന്തായാലും കളറാക്കിയിട്ടുണ്ട്. എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ ഇതുപോലെ ആയിരിക്കണം. ഇവര് കണ്ടോ, കാർ എടുത്താണ് സാധനങ്ങളൊക്കെ വാങ്ങാൻ വന്നത്. ആശില്ലാണ്ട് എനിക്ക് രാത്രി പുറത്തു പോകുന്നത് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെയാണ്. എത്ര നക്ഷത്രങ്ങളാണ് കിടക്കുന്നത്. എന്തായാലും ഈ ഓവർ ടാലന്റഡ് പുള്ളിക്കാരി ഒരു സംഭവം തന്നെയാണ്. എന്തായാലും പാവം നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. ഈ കലാപരിപാടി തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഒരു കയറ് ചുറ്റാനാണ് ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കോളേജിൽ നിന്ന് നരിക്കുനി സ്റ്റാൻഡിലെത്തി. ഇനി നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.